അസ്സലാമു അലൈക്കും. പിന്നെ വേറൊരു സംശയം എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പൊ ജിന്നുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം എടുക്കുന്നുണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട്, ഉപയോഗം എടുക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിലാച്ചേരി പറയുന്നു, അതുപോലെ തന്നെ ബഷീർ സലഫി ഒക്കെ അതുമായി അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിച്ചു വരുന്നത്. അങ്ങനെ ആണെങ്കിൽ സുലൈമാൻ നബിയുടെ മുഅ്ജിസത്തിന് എതിരാവൂല അത്? സുലൈമാൻ നബിക്ക് മാത്രമായിട്ട് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, വേറെ ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു കഴിവ്, അതൊക്കെ സുലൈമാൻ നബിക്ക് മാത്രമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ, ഖുർആനിലുണ്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സാധാരണ ജനങ്ങള് മനുഷ്യന്മാര് ജിന്നിനോട്ട് ബന്ധപ്പെടുമ്പോൾ ഇതിനെതിരാവൂലേ? അങ്ങനെ ഒരു സംശയം എനിക്കുണ്ട്, അതൊന്ന് വിശദീകരിച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ചെയ്ത ഔദാര്യമാണ്. ആ ഔദാര്യമാട്ടെ സുലൈമാൻ നബിക്ക് മാത്രം കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോ അതിനെതിരാകൂലേ എന്റെ വിശദീകരണം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്റെ വിശദീകരണം അല്ലട്ടോ, ഞാൻ സൂറത്ത് അന്നാമിലെ 128 ആയത്തിന് ഇമാം സഅദി നൽകിയിട്ട് തഫ്സീറും അതുപോലെ തന്നെ തഫ്സീർ മുയസ്സർ ഉദ്ധരിച്ച മറുപടി പറഞ്ഞു. അത് എന്തിനാ ഞാൻ അവിടെ പറയാൻ കാരണം, അവിടെയുള്ള വിഷയം എന്താണ്? യൗമ യഹ്ശുറുല്ലാഹു തആല അൽ കുഫാറ വ ഔലിയാ എന്ന് പറഞ്ഞേ, യൗമ യഹ്ശുറുഹും ജമീഅൻ, അവരെ എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമ്പോൾ, മനുഷ്യനെയും ജിന്നിനെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അള്ളാഹ് ചോദിക്കും, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്തർതും മിനൽ ഇൻസി, മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടമാനം നിങ്ങൾ പഴപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ജിന്നുകളോട് പറയും. അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഈ അള്ളാഹു തആല പറഞ്ഞ കാര്യത്തിന് മറുപടിയില്ല, അവർക്ക് പ്രത്യേകിച്ചൊന്നും അതിനെ കുറിച്ച് പ്രതികരിക്കാനുള്ള. എന്നാൽ വഖാല ഔലിയാഉഹും മിനൽ ഇൻസി, ഇൻസിൽപ്പെട്ടവരായ അവരുടെ ഔലിയാക്കന്മാർ, ആ ശൈത്താന്മാരുടെ ഔലിയാക്കന്മാർ പറയും എന്ത്? റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദിൻ, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഅ് നടത്തി, പരസ്പരം ഉപകാരമെടുത്തു, പരസ്പരം ആസ്വദിച്ചു. അപ്പൊ മനുഷ്യനും ജിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വാദനം നടത്തുക, അതായത് മനുഷ്യന്റെ ആവശ്യം ജിന്നുകൾ നിർവഹിച്ചു കൊടുക്കുക. അങ്ങനെ മനുഷ്യൻ ജിന്നിന് കീഴ്പ്പെടുകയും ജിന്നിന് ഹുളുവും വിധേയത്വവും കാണിക്കുകയും ചെയ്യുക, ജിന്നിനെ വലിയാക്കുക. ജിന്നിനെ വലിയാക്കി കഴിഞ്ഞാൽ ജിന്നിന് ചെയ്തു തരാൻ പറ്റുന്ന പല കാര്യങ്ങളും ജിന്ന് അവന്റെ ഔലിയാക്കന്മാരായ കാഫിര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നുള്ള ആശയമാണ് ഇതിലുള്ളത്. ഈ പറഞ്ഞ ആശയത്തിന് എതിരല്ല എവിടെ ഉള്ളത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിലുള്ളത്. അവിടെ പറഞ്ഞ എന്താണ്? ഫഖദ് സഖറല്ലാഹു അസ്സ വജല്ല അൽ ജിന്ന ലിനബിയിഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, തന്റെ നബിയായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു. സഹറ, വിധേയപ്പെടുത്തി കൊടുത്തു എന്നാ, ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള അധികാരം കൊടുത്തു എന്നാ. അങ്ങനെ ഇഷ്ടം പോലെ മനുഷ്യന്മാർക്ക് നമ്മൾക്കാർക്കെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? ഏതെങ്കിലും ശൈത്താന്മാരുടെ ഔലിയാക്കന്മാർക്ക് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ കഴിയുന്ന കാര്യമല്ല. അത് ലോകത്ത് ആരെങ്കിലും കീഴ്പ്പെടുത്താൻ പറ്റുമോ? നമുക്ക് ആരെയും കഴിയില്ല. ജീവനുള്ള മനുഷ്യന്മാരെ പരിപൂർണമായി കീഴ്പ്പെടുത്താനും കഴിയാം, നമുക്ക് പ്രയാസകരമായ സംഗതിയാണ്. അപ്പൊ അതൊരു വേറൊരു വിഷയമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട മോചിതത്തിന്റെ ഭാഗമാണ് എന്ത്? ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കൊടുക്കാൻ കാരണം? വസ്തജാബല്ലാഹു ദഅവത നബി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ ഉത്തരമാണ് ലമ്മാ ദഅാഹു ബിഖൗലിഹി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബി ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, വഹബ് ലീ മുൽക്കൻ, എനിക്ക് നീ ഒരു രാജാധിപത്യം തരണേ, ലാ യംബഗി ലി അഹദിൻ ബഅദി, എന്റെ ശേഷം വരുന്ന ഒരു ഭരണാധികാരിക്കും ഒരു രാജാക്കന്മാർക്കും നൽകാത്ത, എനിക്ക് മാത്രം നൽകുന്ന ഒരു ആധിപത്യം നീ എനിക്ക് തരണേന്നാ. ഇന്നക അൻതൽ വഹാബ്, നീ എല്ലാം തരാൻ കെൽപ്പുള്ളവനാണല്ലോ റബ്ബേ, അതുകൊണ്ട് അങ്ങനെ ഒരു അധികാരം എനിക്ക് തരണേ എന്ന് സുലൈമാൻ നബി ആവശ്യപ്പെട്ടപ്പോ, ദുആ ചെയ്തപ്പോ അതിനുള്ള ഇസ്തിജാബത്താണ്, മറുപടിയാണ്. എന്താണ് മറുപടി? ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ പ്രത്യുത്തരമുണ്ടായി. ഫസഖർനാ ലഹു റീഹ, അദ്ദേഹത്തിന് വേണ്ടി നാം കാറ്റിനെ വിധേയപ്പെടുത്തി കൊടുത്തു. കാറ്റ് സുലൈമാൻ നബിക്ക് വിധേയപ്പെടുത്തി കൊടുക്കുക. തജ്രീ ബി അംരിഹി, സുലൈമാൻ നബി വിചാരിക്കുന്നതനുസരിച്ച് കാറ്റടിക്കുക, കാറ്റിലൂടെ സഞ്ചരിക്കന്നെ. കാറ്റിൽ സഞ്ചരിക്കാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴിഞ്ഞു എന്നാണ്. തജ്രീ ബി അംരിഹി, സുലൈമാൻ നബി എങ്ങോട്ടാണോ, അങ്ങോട്ട് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് അടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിക്കും, പടിഞ്ഞാറ് തെക്കോട്ട് അടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിക്കും. അങ്ങനെ അവനവൻ വിചാരിക്കുന്നതിനനുസരിച്ച് കാറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അധികാരം സുലൈമാൻ നബിക്ക് കൊടുത്തു എന്നാ. റുഹാൻ ഹൈതു അസാബ്, എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് വളരെ സൗമ്യമായി ആ കാറ്റ് അടിക്കാൻ തുടങ്ങി. സുലൈമാൻ നബിയെ കൊണ്ട് കാറ്റ് സഞ്ചരിക്കുക, സുലൈമാൻ നബി വിചാരിച്ചത് കാറ്റ് പോവുക, വളരെ സൗമ്യമായിട്ട് സഞ്ചരിക്കുക, രൗദ്രഭാവങ്ങളൊന്നും ഇല്ലാത്ത കാറ്റടിക്കുക. ഇതെന്താ ലോകത്താർക്കെങ്കിലും കിട്ടിയ അധികാരമാണോ? ഇനി ആർക്കെങ്കിലും കിട്ടുമോ? മുമ്പ് ആർക്കും കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടിയിട്ടുള്ള ഒരു അധികാരം സുലൈമാൻ നബിക്ക് കൊടുത്തതാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് എന്ത്? വശയാത്തീന വസഖർനാ അശയാത്തീന, ശൈത്താന്മാരെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ല ബന്നാഇൻ വഗവ്വാസിൻ, ശൈത്താന്മാരുടെ കൂട്ടത്തിൽ ബിനാവ് നടത്തുന്നവരായ ആൾക്കാർ, വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ സ്ഥാപിച്ചുണ്ടാക്കാം, ആ ജോലിക്ക് പറ്റുന്നവരായ ശൈത്താന്മാരെ ഉടമപ്പെടുത്തി കൊടുത്തു. വഗവ്വാസിൻ, കടലിൽ മറ്റും താഴോട്ട് മുങ്ങി
മുത്തും പവിഴവും വാരിക്കൊണ്ടുവരിക. അങ്ങനെ ചെയ്യാൻ കഴിവുള്ളവരായ ശൈത്താന്മാരെയും സുലൈമാൻ നബിക്ക് ഉടമപ്പെടുത്തി കൊടുത്തു, തസ്ഖീറാക്കി കൊടുത്തു. പിന്നെയോ വആഖരീന, വേറെ ചില കൂട്ടരെയും, വേറെ ചില ശൈത്താന്മാരെയും. ആ കൂട്ടർക്കുള്ള പ്രത്യേകത എന്താ? മുഖറനീന ഫിൽ അസ്ഫാദ്, അവര് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരായ ആളുകളാണ്. അങ്ങനെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട കൊടിയ മുരടന്മാരായ ശൈത്താന്മാരെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിപൂർണമായി കീഴ്പ്പെടുത്തി കൊടുത്തു. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? സുലൈമാൻ നബി എന്ത് കൽപ്പിക്കുന്നുവോ കൽപ്പന അവരനുസരിച്ചിരിക്കണം. സുലൈമാൻ നബിയുടെ കൽപ്പന ധിക്കരിക്കുന്ന ഒരാളുമില്ല. സുലൈമാൻ നബിക്ക് അതിൻ്റെ വല്ല പരമാധികാരമാണ്. അവരെ ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഒക്കെയുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. വകാന സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം യറാഹും, സുലൈമാൻ നബി അവരെ കണ്ടിരുന്നു. വയുഹാത്തിബുഹും, അവരോട് നേർക്ക് നേരെ അഭിസംബോധന നടത്തിയിരുന്നു. വയജസി അൽ മുഹ്സിന മിൻഹും, ആ കൂട്ടത്തിൽ ഇഹ്സാനുള്ള നന്മ ചെയ്യുന്നവരായ ആളുകൾക്ക്, ഗുണം ചെയ്യുന്നവരായ ആളുകൾക്ക് കൂലി കൊടുത്തിരുന്നു. ബി ഇഹ്സാനിഹി വയുആഖിബുൽ മുസിയ മിൻഹും, അവരുടെ കൂട്ടത്തിൽ കുറ്റവും തെറ്റും ചെയ്യുന്നവരായ ആൾക്കാരെ ശിക്ഷിച്ചിരുന്നു. അപ്പൊ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ഒക്കെ അധികാരമുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹിതം എന്താണോ ഹിതം നടപ്പാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നില്ല. ഈ തസ്ഖീറാണ് യഥാർത്ഥത്തിൽ എന്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചിതത്തായി കിട്ടിയെന്ന് പറഞ്ഞത്. അതിന്റെ തൊട്ടുതായ പിന്നെ ഖുർആൻ പറയുന്നതാ ഹാദാ അതാഉനാ, ഇത് നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, ആ ഔദാര്യം, താങ്കൾക്ക് കിട്ടിയിട്ടുള്ള ഈ ദാനം കൊണ്ട് താങ്കൾ ഔദാര്യം ചെയ്തു കൊള്ളുക. ഈ കിട്ടിയ ഇതുണ്ടല്ലോ, ഈ തസ്കീർ ഇവരൊക്കെ ഉടമപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. അതുകൊണ്ട് താങ്കൾ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്തോ, ഔ അംസിക്ക്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു വെച്ചോ, താങ്കൾ തന്നെ സ്വന്തം ഉപയോഗിച്ചോ. മനസ്സിലായില്ലേ? ഈ ഔദാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ഉപയോഗിക്കുകയോ എന്തും താങ്കൾക്ക് ചെയ്യാം. കീഴ്പ്പെടുത്തുക എന്നല്ല ഈ പറയുന്ന ശൈത്താന്മാര് കീഴ്പ്പെട്ട് കിട്ടുക എന്നുള്ളത് എന്താ? താങ്കൾ കിട്ടിയ ഔദാര്യമാണ്. ആ കീഴ്പ്പെടുത്തപ്പെട്ട് കിട്ടിയതിനനുസരിച്ച് അവരെ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ താങ്കൾക്ക് ചെയ്യാം. അല്ല വെറുതെ വിടുകയാണോ? അങ്ങനെയും താങ്കൾക്ക് ചെയ്യാം. വിടാനും സ്വീകരിക്കാനും ഉപയോഗിക്കാനും ഒക്കെയുള്ള അധികാരം താങ്കൾക്ക് ഉണ്ട്. ബിഗൈരി ഹിസാബ്, ഒരു കണക്കും താങ്കളോട് ചോദിക്കില്ല, ഒരു കണക്കും ഈ വിഷയത്തിൽ ചോദിക്കില്ല. താങ്കളുടെ പരിപൂർണമായ അധികാരത്തിൽ വിട്ടു തന്നിരിക്കുകയാണ്. ഇതാണ് സുലൈമാൻ നബിക്ക് കിട്ടിയത്. ഇതുപോലെ ലോകത്ത് ആർക്കും ആരെയും, ഒരു ജിന്നിനെയും ഒരു ശൈത്താനെയും ഉടമപ്പെടുത്താനോ ആധിപത്യം ഒപ്പിക്കാനോ കഴിയില്ല. അത് വേറൊരു വിഷയമാണ്. പക്ഷെ ഒന്നുണ്ട്, സുലൈമാൻ നബിക്ക് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഇവരെന്ന് കിട്ടിയല്ലോ. വലിയ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാനും മുങ്ങിത്തപ്പാനും മുത്തും പവിഴം വാരാനും ഒക്കെ കഴിവും ശേഷിയും ഉള്ളവരായ ആളുകളാണ് ആര്? ശൈത്താന്മാരെന്ന് പറഞ്ഞത്. ആ ശൈത്താന്മാരെ നമ്മൾക്ക് ഹിതമനുസരിച്ച് ഉപയോഗിക്കാനുള്ള ലോകത്തൊരു മനുഷ്യനും യഥാർത്ഥത്തിൽ കഴിയില്ല. അവരെ നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കുവാനോ ശിക്ഷിക്കുവാനോ രക്ഷിക്കുവാനോ ഒന്നും ഒരാൾക്കും കഴിയില്ല. നമ്മൾക്കത് കാണാനും കഴിയില്ല. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കാണുകയും അവരുടെ വിശ്വരൂപത്തിൽ കാണുകയും അവരോട് കൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് വേറെ ആർക്കും കിട്ടാത്തൊരു കാര്യമാണ്. അതാണ് അവിടെ പറഞ്ഞത്. അതും നമ്മൾ ഈ പറയുന്ന വിഷയം തമ്മിൽ ബന്ധമില്ല. നമ്മൾ പറയുന്ന സംഗതി എന്താണ്? ഇന്ന് മലക്ക് തുടങ്ങിയിട്ടുള്ള ഒക്കെ എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരൊന്നും അഭൗതിക സൃഷ്ടികളല്ല. ജിന്നുകളുമായും മനുഷ്യന്മാരും ഒക്കെയായി മനുഷ്യന്മാർക്ക് എന്തുണ്ട്? കാര്യകാരണങ്ങളുണ്ട്. ആ കാര്യകാരണങ്ങൾ ഉണ്ട് എന്നതിന്റെ രേഖയാണ് സൂറത്ത് അന്നാമിലെ 128 ആയത്ത്. അതിൽ ജിന്നുകളെ ഔലിയാക്കന്മാരാക്കി, അവരെ സംരക്ഷകന്മാരാക്കി, അവരെ വരമർപ്പിച്ച്, അവരോട് പ്രാർത്ഥിച്ച്, അവരോട് ഇസ്തിഹാസ നടത്തി, അവരോട് ഇസ്തിയാന നടത്തി, അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരായ ശൈത്താന്റെ അടിമകളും അവരുടെ ദാസന്മാരുമായി ദുനിയാവിൽ വർത്തിക്കുന്നവരായ ആളുകൾക്ക് ശൈത്താൻ പല ഉപകാരവും തിരിച്ചും ചെയ്തു കൊടുക്കും. അത് ഇസ്തിൻതായിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങോട്ട് ചോദിച്ചാൽ ഇങ്ങോട്ട് തരികയും ചെയ്യും. അത് ശൈത്താന്റെ സൗകര്യമാണ്. എല്ലാവർക്കും കൊടുത്തോളുന്നില്ല. ശൈത്താൻ തരുന്നത് എന്തിനാണ്? ശൈത്താൻ തരുന്നത് ഒരിക്കലും നന്മക്ക് വേണ്ടിയിട്ടല്ല. മനുഷ്യന്മാരെ വലാലത്തിൽ ചാടിക്കലാണ് ശൈത്താന്റെ ഉദ്ദേശം. ഒന്നുകിൽ ശിർക്കിൽ, അല്ലെങ്കിൽ കുഫറിൽ, അല്ലെങ്കിൽ മഅസിയത്തിൽ ഒക്കെ ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഔദാര്യങ്ങളാണ് ഈ ശൈത്താന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശൈത്താന്റെ ഒരു ഔദാര്യം ഒരുത്താൻ സ്വീകരിച്ചാൽ എന്താണ്? ഏതെങ്കിലും തരത്തിൽ ശൈത്താൻ നമ്മളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് ശൈത്താന്മാരുമായിട്ട് ഒരു തരത്തിലുള്ള താഴ്മലും മനുഷ്യന് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സൂറത്ത് അന്നാമിലെ ആയത്ത് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും മിനൽ ഇൻസി എന്ന് പറഞ്ഞല്ലോ. അത് എന്തിനാ പറഞ്ഞിട്ടുള്ളത്? അവരുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായി പാടില്ല. അത് ഒന്നുകിൽ ശിർക്കിലേക്ക് പോകുക, അല്ലെങ്കിൽ കുഫറിലേക്ക് പോകുക, അല്ലെങ്കിൽ മഅസിയത്തിലേക്ക് പോകും. അതാണ് അത് പറയാനുള്ള കാരണം. അപ്പോൾ അത് ദുനിയാവിൽ സംഭവിക്കുന്ന കാര്യമാണ്. ആ നിലക്ക് ശൈത്താന്മാർക്ക് സഹായിക്കാൻ പറ്റും, ശൈത്താന്മാർ ചോദിക്കാൻ പറ്റും. അങ്ങനെ ഔലിയാക്കന്മാർ ചോദിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. ആ കഹാനത്തിൽ നടക്കുന്നതാണ്. കഹാനത്ത് അത് ഹദീസിൽ തന്നെ വന്നാണ്. കഹാനത്ത് നടത്തുന്നവരായ ആൾക്കാർ ചിലപ്പോൾ അത്ഭുതകരമായ ചില കാര്യങ്ങൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കണക്ക് നോട്ടക്കാരായ ആളുകൾ ചിലപ്പോൾ വൈബിയായ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് ചില ആൾക്കാർ ചോദിച്ചു, അങ്ങനെ അവർ പറഞ്ഞാൽ ചിലപ്പോൾ എന്താകുന്നുണ്ട്? ചിലപ്പോൾ ശരിയാകുന്നുണ്ടല്ലോ റസൂലേ. അതെന്താണ് അങ്ങനെ? കണക്ക് നോട്ടക്കാരൻ്റെ കഹാനത്തിൻ്റെയും ആളുകളെടുത്ത് പോയിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ചില വൈബിയായ കാര്യങ്ങൾ അവർ പറയുകയും അത് ചിലപ്പോൾ നമുക്ക് ശരിയായി വരികയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താ റസൂൽ പറഞ്ഞത്? അങ്ങനെ സംഭവം ഉണ്ടാവില്ല എന്നല്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ശരി, ഒരു കാഹിന്റെ അടുത്തേക്കലും പോകാൻ പാടില്ല. മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസഅലഹു അൻ ശൈഇൻ ഫസദ്ദഖഹു,
അവനോട് വല്ല കാര്യം ചോദിച്ചു, എന്നിട്ട് അവൻ പറഞ്ഞ് വിശ്വസിച്ചാൽ ഓൻ എന്തായി? അത് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതിന് അവിശ്വസിച്ചിരിക്കുന്നു. അത്തരം ഒരാളത്തേക്കും പോകാനേ പാടില്ല. ശൈത്താൻ സേവയുള്ള ഒരുത്തൻ്റെ അടുത്തേക്കും പോകാൻ പാടില്ല. അത് കുഫറിലേക്കും ശിർക്കിലേക്കും നയിക്കുന്ന കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ കാഹിനുമാർക്കും അറാഫുകൾക്കും ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് റസൂൽ പറഞ്ഞെന്താ? അത് ജിന്നുകൾ, ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകൾ ആകാശ ലോകത്തിലേക്ക് മേലോട്ട് കയറി പോകുന്നവരാണ്. ആകാശ ലോകത്തുള്ള പല രഹസ്യങ്ങളും മലക്കുകൾ വഴി ഏതെങ്കിലും തരത്തിലൊക്കെ തട്ടിപ്പറിക്കാൻ ചില കാര്യങ്ങൾ തട്ടിപ്പറിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? ഭൂമിയിലുള്ള അവന്റെ ഔലിയാക്കന്മാർക്ക് കുറേശ്ശെ എത്തിച്ചു കൊടുക്കും. ആ ഔലിയാക്കന്മാര് അവരാണ് ഈ കാഹിനിമാരായ ആൾ. അവരത്തെ നമ്മൾ ചെന്ന് ചോദിച്ചാലോ, ആ ഹക്കുണ്ടല്ലോ, ആ ഹക്കിലേക്ക് 100 കളവ് കൂട്ടും. എന്നിട്ട് നമ്മളോട് പറയും, അവർ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ശരിയാവും. ആ കാര്യം ശരിയാവുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തട്ടിപ്പറിച്ച് കൊടുക്കുന്ന ശൈത്താന്മാർ അവർ തന്നെ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ചിലപ്പം ചില കാര്യങ്ങൾ ശരിയായി എന്ന് വന്നേക്കാം. അങ്ങനെ ശരിയാവുന്നുണ്ടോ അല്ലേന്ന് നോക്കിയിട്ടല്ല നമ്മൾ കാര്യം തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരാളത്തേക്ക് പോവുകയേ ചെയ്യരുത്. അതൊക്കെ ശൈത്താൻ സേവയുടെ ഭാഗമായിട്ട് പോകുന്നതാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്ത് ചോദിച്ച 2 കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, സുലൈമാൻ നബിക്ക് അല്ലാഹു തആല വിധേയപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എന്താണ്? മോചിതത്തിന്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ആർക്കും കിട്ടാത്ത അധികാരമാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്നിന് വേറെ അർത്ഥത്തിൽ വേറെ ആരെയും സഹായിക്കാൻ പറ്റില്ല എന്നോ ഒന്നുമല്ല. അതിന് ഒരുപാട് തെളിവുകൾ വേറെ ഹദീസിലൂടെയും ഖുർആനിലൂടെയും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം കൂടിയാണ് നമ്മൾ ഈ കാര്യം ഇതിന്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.